പണ്ട് ഈജിപ്തിലെ ഒരു സുൽത്താൻ തൻ്റെ പ്രജകളുടെ ക്ഷേമം അന്വേഷിക്കാൻ വേണ്ടിയിട്ട് വേഷപ്രച്ഛന്നനായിട്ട് നാട് ചുറ്റാനിറങ്ങി. നേരം നല്ല രാത്രിയായിരുന്നു. അദ്ദേഹം നഗരങ്ങളിലൂടെ നടന്നു. ആൾക്കാർ കൂടി നിന്ന് സംസാരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ അദ്ദേഹം പോയി നിന്ന് കാതോർത്തു. ആരുടെയും മുഖത്ത് ഒരു സന്തോഷവും കണ്ടില്ല. ആൾക്കാരെപ്പോഴും പരാതി പറയുകയാണ്. കുടുംബത്തിലെ പ്രശ്നങ്ങളെപ്പറ്റി, നികുതി കൂടുന്നതിനെപ്പറ്റി, കച്ചവടത്തിലെ നഷ്ടങ്ങളെപ്പറ്റി ഒക്കെ എപ്പോഴും പരാതി തന്നെ പരാതി. അദ്ദേഹം നേരെ ഗ്രാമത്തിലേക്ക് നടന്നു. അവിടെയും പറയത്തക്ക ഉത്സാഹമൊന്നും കണ്ടില്ല. അപ്പോൾ ഒരു വീട്ടിൽ നിന്ന് ഒരു പാട്ട് കേട്ടു. അതാരാണ് പാടുന്നത്, ആരാണ് സന്തോഷവാൻ എന്നറിയാൻ വേണ്ടിയിട്ട് അദ്ദേഹം ആ കുടിലിൻ്റെ വാതിക്കൽ ചെന്ന് അകത്തേക്ക് നോക്കിയപ്പോൾ ചെറുപ്പക്കാരനായ ഒരു ചെരിപ്പൂത്തി അവിടെ നിന്ന് പണി ചെയ്യുന്നത് കണ്ടു. അദ്ദേഹം ആ വീടിൻ്റെ വാതിക്കൽ ചെന്ന് മുട്ടി. ചെരിപ്പൂത്തി വന്ന് വാതിൽ തുറന്നപ്പോൾ വളരെ ക്ഷീണിതനായി അഭിനയിച്ചുകൊണ്ട്, ഞാൻ വഴിതെറ്റി വന്ന ഒരാളാണ്, വല്ലാതെ ദാഹിക്കുന്നുവെന്ന് പറഞ്ഞു. ചെരിപ്പൂത്തി വളരെ സ്നേഹത്തോടെ അദ്ദേഹത്തെ അകത്തേക്ക് ക്ഷണിക്കുകയും ഒരു ഇരിപ്പിടത്തിലിരുത്തി വെള്ളം കൊടുക്കുകയും ചെയ്തു. വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷം സുൽത്താൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, നീ വളരെ സന്തോഷവാനായിരിക്കുന്നല്ലോ, നിനക്ക് നല്ല വരുമാനമൊക്കെ ഉണ്ടോ? അപ്പോൾ അയാൾ പറഞ്ഞു, തരക്കേടില്ല, എനിക്ക് ഏകദേശം 4 പിയാസ്ട്ര ഒരു ദിവസം വരുമാനം കിട്ടും. സുൽത്താൻ ചോദിച്ചു, അതുകൊണ്ട് നീ എങ്ങനെ ജീവിക്കുന്നു? അവൻ പറഞ്ഞു, ഞാൻ അതിലൊന്ന് തിന്നും, ഒന്ന് കടം വീട്ടും, ഒന്ന് വായ്പ കൊടുക്കും, ഒന്ന് ആറ്റിലെറിയും. ഇതെന്താ ഇങ്ങനെ പറഞ്ഞത് എന്ന് സുൽത്താന് മനസ്സിലായില്ല. അപ്പോൾ സുൽത്താൻ അവനോട് ചോദിച്ചു, എന്നോട് ഒന്നുകൂടി പറയാമോ, ഇതെന്താ നീ പറഞ്ഞതെന്ന്? അവൻ പറഞ്ഞു, ഒന്ന് തിന്നുന്നു എന്ന് പറഞ്ഞാൽ ഞാനതുകൊണ്ട് എൻ്റെ ഭക്ഷണം ഉണ്ടാക്കും. രണ്ടാമത്തത് കടം വീട്ടുകയാണ്, അതായത് ഞാൻ എൻ്റെ പിതാവിന് കൊടുക്കും. മൂന്നാമത്തത് വായ്പ കൊടുക്കുക എന്ന് പറഞ്ഞത് എൻ്റെ ആൺമക്കൾക്കുള്ള ചിലവാണ്. നാലാമത്തത് ഞാൻ ആറ്റിക്കളയുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ പെൺമക്കൾക്ക് വേണ്ടി ചിലവാക്കുന്നതാണ്. സുൽത്താന് ഇത് വലിയ കൗതുകമായിട്ട് തോന്നി. അദ്ദേഹം ഉടൻ തന്നെ 1000 റിയാലുടെ സഞ്ചിയിലാക്കി ഈ ചെരുപ്പ് കുത്തിക്ക് കൊടുത്തു. താൻ ആരാണെന്ന് വെളിപ്പെടുത്തുകയും തൻ്റെ മുഖം 1000 തവണ കാണാതെ തന്നോട് ഈ പറഞ്ഞ കാര്യം ആരോടും പറയരുത് എന്ന് പറഞ്ഞിട്ട് സുൽത്താൻ തൻ്റെ കൊട്ടാരത്തിലേക്ക് തിരിച്ചുപോയി. പിറ്റേന്ന് അദ്ദേഹം തൻ്റെ സഭ വിളിച്ചു കൂട്ടിയിട്ട് സഭയിലുള്ള ആൾക്കാരോട് പറഞ്ഞു, ഞാനൊരു കടങ്കഥ ചോദിക്കാം. ഈ കടങ്കഥയിൽ ഒരാൾ 4 പിയാസ്ട്ര ഉണ്ടാക്കുന്നു, 1 അയാൾ തിന്നുന്നു, 2 കടം വീട്ടുന്നു, 3 വായ്പ കൊടുക്കുന്നു, 4 ആറ്റിലെറിയുന്നു. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് ആര് കണ്ടുപിടിക്കും? എല്ലാവരും കുറച്ച് സമയം ചോദിച്ചു, പക്ഷേ 3 ദിവസമായിട്ടും ആർക്കും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. സുൽത്താൻ അവരെ പരിഹസിച്ചു. അപ്പോൾ മന്ത്രി വിചാരിച്ചു, സുൽത്താൻ നാട് കാണാൻ ഇറങ്ങിയതിന് പിറ്റേന്നാണ് ഈ ചോദ്യം ചോദിച്ചത്, അതുകൊണ്ട് ഈ ചോദ്യം അദ്ദേഹം നാട്ടിൽ നിന്ന് കണ്ടെത്തിയതായിരിക്കണം. അങ്ങനെ മന്ത്രി പിറ്റേന്ന് നാട് മുഴുവൻ അലഞ്ഞു നടക്കുകയും സന്ധ്യയായപ്പോൾ ഈ ചെറുപ്പക്കാരൻ്റെ വീടിൻ്റെ വാതിക്കൽ എത്തുകയും ചെയ്തു. അവിടെ നിന്ന് വളരെ ആഹ്ലാദകരമായ പാട്ട് കേട്ടതുകൊണ്ട് ഇദ്ദേഹം അകത്ത് കടന്നു. ഈ ചെറുപ്പക്കാരനോട് സംസാരിച്ചു, ഈ ചോദ്യം ചോദിക്കുകയും ചെയ്തു. അപ്പോൾ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാൻ ഈ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു തരാം, പക്ഷേ അതിനെനിക്ക് പകരമായിട്ട് എന്ത് തരും? മന്ത്രി പറഞ്ഞു, ഞാൻ 1000 റിയാൽ തരാം. ചെറുപ്പക്കാരൻ ഈ ഉത്തരം മന്ത്രിക്ക് പറഞ്ഞു കൊടുത്തു. മന്ത്രി പിറ്റേന്ന് സഭയിലെത്തി സുൽത്താനോട് താൻ കണ്ടെത്തിയ ഉത്തരം പറഞ്ഞു. അപ്പോൾ സുൽത്താന് ദേഷ്യം വന്നു. ഉത്തരം ആർക്കും പറഞ്ഞു കൊടുക്കരുത് എന്ന് നേരത്തെ പറഞ്ഞിരുന്നതാണ്. സുൽത്താൻ ഉടൻ തന്നെ അവനെ വിളിപ്പിച്ചു. അവൻ വന്നു. അവൻ്റെ കയ്യിലുണ്ടായിരുന്ന സഞ്ചി സുൽത്താൻ്റെ മുന്നിൽ കുടഞ്ഞിട്ടു. അതിൽ നിന്ന് 2000 റിയാൽ താഴെ വീണു. അവൻ പറഞ്ഞു, നോക്കൂ, എല്ലാ റിയാലിലും അങ്ങയുടെ മുഖമുണ്ട്, ഞാൻ അങ്ങയുടെ മുഖം 2000 തവണ കണ്ടു കഴിഞ്ഞു. പൊട്ടിച്ചിരിച്ചുകൊണ്ട് സുൽത്താൻ അവന് 1000 റിയാൽ കൂടി കൊടുത്തു.